ഒരു സിനിമ ഫ്ലോപ്പാകാൻ കാരണം എന്താണ്? ഒരു സിനിമയിൽ ബിഗ് സ്റ്റാർസ് ഉണ്ടെങ്കിലും ഹൈ ബഡ്ജറ്റ് ആയാലും അത് ഫ്ലോപ്പാകുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമ ഫ്ലോപ്പാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് എന്നതാണ്. പലർക്കും തോന്നുന്നത് ഫ്ലോപ്പാകുന്നത് ലക്ക് കാരണമാണെന്നാണ്. പക്ഷേ ആക്ച്വലി അതിന് ക്ലിയർ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ മോശം സ്റ്റോറിയാണ്. സ്റ്റോറി എൻഗേജിങ് അല്ലെങ്കിൽ ഓഡിയൻസ് കണക്റ്റ് ചെയ്യില്ല. എത്ര ബിഗ് സ്റ്റാർസ് ഉണ്ടെങ്കിലും മൂവി വർക്കാകില്ല. സ്റ്റോറി പ്രെഡിക്റ്റബിൾ ആയാൽ നെക്സ്റ്റ് സീൻ എന്ത് വരുമെന്ന് ഓഡിയൻസ് ഈസിലി ഗസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മൂവി കാണാനുള്ള താല്പര്യം കുറയും. അതുപോലെ തന്നെ മൂവിയിൽ ട്വിസ്റ്റും സർപ്രൈസും ഇല്ലെങ്കിലും ഓഡിയൻസിന് മൂവി കാണാനുള്ള താല്പര്യം കുറയും. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് മോശം മാർക്കറ്റിംഗ് ആണ്. ഒരു നല്ല സിനിമ പോലും പ്രോപ്പർ പ്രൊമോഷൻ ഇല്ലെങ്കിൽ അത് ഓഡിയൻസിലേക്ക് എത്തില്ല. ട്രെയിലർ, പോസ്റ്റർ, ഹൈപ്പ് ഇവയെല്ലാം വീക്കാണെങ്കിൽ ഓപ്പണിംഗ് തന്നെ ഡ്രോപ്പ് ചെയ്യും. മാർക്കറ്റിംഗ് ശരിയായ ഓഡിയൻസിനെ റീച്ച് ചെയ്തില്ലെങ്കിൽ സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോലും മൂവിയെക്കുറിച്ച് അറിയാൻ പറ്റില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസിലേക്കുള്ള സിനിമ യൂത്തിനെ ടാർഗറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്താൽ റിസൾട്ട് വീക്കായിരിക്കും. മൂന്നാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ മോശം റിലീസിംഗ് ടൈമിംഗ് ആണ്. ബിഗ് കോമ്പറ്റീഷനുള്ള സമയത്ത് റിലീസ് ചെയ്താൽ ഓഡിയൻസ് സ്പ്ലിറ്റായി പോകും. അതുകൊണ്ട് തന്നെ കളക്ഷൻ കുറയും. ഫെസ്റ്റിവൽ സീസണിൽ റിലീസ് ചെയ്താൽ മാത്രം ഹിറ്റാകും എന്ന് കരുതുന്നത് തെറ്റാണ്. റോങ് ടൈപ്പ് സിനിമ ഫെസ്റ്റിവലിൽ വന്നാൽ ഓഡിയൻസ് കണക്ട് ചെയ്യാതെ പോകും. ഉദാഹരണമായി പറഞ്ഞാൽ ഓണം, ക്രിസ്മസ് ആഘോഷ സമയത്ത് ഹെവി സീരിയസ് സിനിമ റിലീസ് ചെയ്താൽ റെസ്പോൺസ് വീക്കാകാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ മോശം റിവ്യൂസ് ആണ്. ഫസ്റ്റ് ഡേ റിവ്യൂസ് ബാഡ് ആണെങ്കിൽ ആളുകൾ സിനിമയെക്കുറിച്ച് മോശം പറയാൻ തുടങ്ങും. അത് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാനുള്ള സാധ്യത കുറക്കും. ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ വൈറലാണെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓഡിയൻസിൻ്റെ മൈൻഡ് ചേഞ്ച് ആകും. എസ്പെഷ്യലി ട്രോൾസ്, മെമേഴ്സ്, നെഗറ്റീവ് കമൻറ്റ്സ് ഫാസ്റ്റായി സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് സിനിമയ്ക്ക് ഡാമേജ് കൂടും. അഞ്ചാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ മിസ്സാണ്. ഓഡിയൻസ് ഒരു ലെവൽ എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ മൂവി അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകും. അത് ഫ്ലോപ്പിലേക്ക് ലീഡ് ചെയ്യും. ട്രെയിലർ അല്ലെങ്കിൽ പ്രൊമോഷൻ സിനിമയെ റോങ് ആയി പ്രസൻറ്റ് ചെയ്താൽ ഓഡിയൻസ് വേറെ തരത്തിലുള്ള സിനിമ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ തിയേറ്ററിൽ കിട്ടുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയാൽ ഡിസപ്പോയിൻമെൻറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ മിസ് കൂടുതലായി ഉണ്ടാകുന്നത് മിസ്ലീഡിംഗ് മാർക്കറ്റിംഗ് കാരണം തന്നെയാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് സിനിമയുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടന്റ് പ്ലസ് ടൈമിംഗ് പ്ലസ് ഓഡിയൻസ് റിയാക്ഷനാണ്. ഇവയിൽ ഒന്നുപോലും മിസ്സായാൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് കാരണമാണ് സിനിമ സക്സസ് ആവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.